ഡോക്ടർ മോഹൻ റോയ്, നമ്മളിപ്പോൾ ഇടവേളയിൽ പറഞ്ഞു സ്നേഹിത എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ കഴിയുന്ന പല സംവിധാനങ്ങൾ നമുക്കുണ്ടാകണം. നമ്മൾ അനുദിനം കാണുന്ന ആളുകൾ, നമ്മളുടെ ടീച്ചർമാർ, ഇവർക്കൊക്കെ ഈ സ്നേഹിതയായി മാറാൻ കഴിയണമെന്ന് ഡോക്ടർ എന്നോട് ഈ ഇടവേളയിൽ പറയുന്നുണ്ടായിരുന്നു. അതിന് നമ്മുടെ സമൂഹം എത്രത്തോളം പര്യാപ്തമാണ്, എത്രത്തോളം ഇനി പര്യാപ്തമാകേണ്ടതുണ്ട്? സമൂഹം പര്യാപ്തമാണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ല. ഇനി സമൂഹം പര്യാപ്തമല്ലെങ്കിൽ സമൂഹത്തെ പര്യാപ്തമാക്കി എടുക്കേണ്ടത് നമ്മുടെ ചുമതലകളാണ്. യഥാർത്ഥത്തിൽ ഈ പോക്സോ എന്ന് പറയുന്ന നിയമം തന്നെ നമുക്ക് 2012 ശേഷമാണല്ലോ വന്നത്. അതിനു മുമ്പ് ആൺകുട്ടികൾക്കെതിരായി നടന്നിട്ടുള്ള ലൈംഗികമായ അതിക്രമങ്ങളും ബാക്കിയൊക്കെ ഏത് കണക്കിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്, എങ്ങനെയെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. ഇനി പോക്സോ വന്നതിന് ശേഷമുള്ള കണക്കുകളുടെ ആ ഒരു കണക്കുകൾ എത്രത്തോളം കൂടിയിട്ടുണ്ടെന്ന് പരിശോധിച്ചാൽ നമ്മൾ ഞെട്ടിക്കുന്ന കണക്ക്. ഇപ്പോൾ കേരളത്തിൽ പോലും 2013 1002 കേസുകളാണെങ്കിൽ 2023 4663 കേസുകളാണ്. 365% വർധനവാണ് നടന്നിട്ടുള്ളത്. ഈ പെൻഡൻസി എന്ന് പറയുന്നത്, കോടതികളിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നതിൻ്റെ കണക്ക് പറഞ്ഞാൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും 77% പെൻഡൻസിയാണ്. ഒരു ജൽദി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റിസ് ആൻഡ് ആക്സസ് ഫോർ ലോവറിംഗ് ഡിലേയ്സ് ഇൻ ഇന്ത്യ അവർ നടത്തിയ ഒരു പഠനമുണ്ട്. ഒരു 28 സംസ്ഥാനങ്ങളിലെ 4 ലക്ഷം പോക്സോ കേസുകളിൽ അവർ അരിച്ചെടുത്ത ഒരു 2,30,000 കേസുകൾ അനലൈസ് ചെയ്ത് നടത്തിയ ഒരു പഠനത്തിൽ മാൻഡേറ്ററിയായി ഒരു വർഷത്തിനകം ഈ കേസുകളിൽ വിധി പറയണമെന്ന് പറയുമ്പോൾ പോലും 500-509 ദിവസങ്ങൾ എടുക്കുന്നുണ്ട് ഈ കേസിൽ വിധി പറയാനായിട്ട്. ഈ അക്യൂറ്റൽ റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്രതിയെ ശിക്ഷിക്കപ്പെടുമ്പോൾ 3 പ്രതികളെ വെറുതെ വിടുന്ന സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ഇന്ത്യയിൽ അക്യൂറ്റൽ റേറ്റ് ഏറ്റവും കൂടുതൽ കൂടിയ ഒരു കുറ്റകൃത്യം പോക്സോ ആയി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സംവിധാനങ്ങൾ നോക്കൂ, ഇതൊക്കെ പറയുമ്പോഴും കേരളത്തിലാണ് ഇതിൽ മാതൃകാപരമായ പല പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ ശിക്ഷിക്കപ്പെടുന്നത് ശിക്ഷാ നിരക്കുകൾ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് എന്ന് പറയുമ്പോൾ പോലും കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും മാറേണ്ടതുണ്ട്. ഈ മാറേണ്ടത് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചില്ല, ഒരു കുറ്റകൃത്യം നിങ്ങളുടെ മുന്നിൽ കണ്ടാൽ നടക്കുന്നതായി തോന്നിയാൽ നിങ്ങൾക്കിത് പറയാൻ സാധിക്കണം. അത് കുഞ്ഞുങ്ങൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യമാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കത് കുറ്റകൃത്യമാണെന്ന് മനസ്സിലാക്കാനും അത് പറയാനുള്ള അറിയിക്കാനുള്ള സംവിധാനം എവിടെയുമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, കേരളത്തിൽ എത്രയധികം ക്ലാസ്സുകളുണ്ട് സ്കൂളുകളിൽ? ഈ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഒരു പോസ്റ്റർ, ഒരു A4 സൈസ് പേപ്പറിൽ നിങ്ങൾക്കെതിരെ ഇതാണ് ലൈംഗിക അതിക്രമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ലൈംഗിക അതിക്രമം നിങ്ങൾക്ക് നേരിട്ടാൽ നിങ്ങൾ വിളിച്ചു പറയേണ്ട നമ്പർ ഇതാണ്. PTA ശ്രമിച്ചാൽ മതിയല്ലോ, എല്ലാ ക്ലാസ് റൂമുകളിലും ഇത്തരത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കാമല്ലോ. ഇനി ചിലപ്പോൾ സംഭവിക്കും, നമ്മൾ ഇതിൻ്റെ അപ്പുറം കടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പറയുന്ന ആൾ വിശ്വസിച്ചില്ലെങ്കിൽ രണ്ടാമതുള്ള ആളിനോട് പറയുകയും മൂന്നാമതുള്ള ആളിനോട് പറയുകയും ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് നീതി ലഭിച്ചു എന്ന് നിങ്ങൾക്കുറപ്പാകുന്നത് വരെ പറയുകയും ചെയ്യണമെന്നുള്ള ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഒരു ക്ലാസ് റൂമിൽ കൊടുത്താൽ പോരെ. നമ്മൾ ഈ സെക്സ് എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീമതി മാധു പോലും അതൊന്ന് പൊതിഞ്ഞു പറഞ്ഞു എന്ന് എനിക്കൊരു സംശയം. നമുക്ക് സെക്സ് എഡ്യൂക്കേഷനെ ഇവിടെ എതിർക്കുന്നത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 3 രീതിയിലുമുള്ള സംഘടിതമായ മതമല്ലേ? ഈ 3 രീതിയിലുമുള്ള സംഘടിതമായ മതത്തിൻ്റെ മേലധ്യക്ഷന്മാർ ഏതെങ്കിലും ചുരുക്കം ചില കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിതല്ലേ? 3 എസ്റ്റാബ്ലിഷ്ഡ് മതങ്ങളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഈ കാര്യത്തിൽ മാത്രമല്ലേ യോജിപ്പുള്ളത്? അങ്ങനെയാണോ പോകേണ്ടത്? അതോടൊപ്പം എനിക്ക് വേദനയോടുകൂടിയുള്ളൊരു വിയോജിപ്പുള്ളത്, നമ്മൾ ഈ ഇര എന്ന വാക്ക് എത്രയോ നാളായിട്ട് നമ്മളങ്ങ് മാറ്റിവെച്ചിരിക്കുക. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ പോലും ആ വാക്ക് ഉപയോഗിക്കുന്നതിൽ എനിക്കുള്ളൊരു വേദന ഞാൻ പങ്കുവയ്ക്കുകയാണ്. ദയവായി അത് ചെയ്യാതെ ഇരിക്കുക. അതിജീവിത എന്ന വാക്കാണ്. എന്താണ് ഈ ഇര എന്ന് പറയുമ്പോൾ? എന്തോ പീഡനത്തിനോ മറ്റോ വിധേയയായ ഒരാൾ എന്നാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയൊന്നും അല്ലെന്നേ. ഞാൻ പറഞ്ഞ മഞ്ഞുമലയ്ക്കപ്പുറം മഹാപർവ്വതം അങ്ങ് ഇടിഞ്ഞു വീണാലും ഇതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുകയും അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളത് സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും ഉറപ്പിച്ച് പറയുന്നത്, സ്റ്റേറ്റ് നോക്കൂ, കുട്ടിക്കെതിരായ ഒരു അതിക്രമം ഉണ്ടായാൽ, കുടുംബത്തിൽ കുട്ടിക്കെതിരായിട്ടൊരു അതിക്രമം ഉണ്ടായാൽ എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് എന്ന എൻഫോഴ്സ്മെൻറ്റ് മെഷീനറി മെക്കാനിസം ഇപ്പോൾ രാജീവ് സാർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് അറിയാമല്ലോ. ഈ കുട്ടി ഇത്തരത്തിലൊരു CWCയുമായി ബന്ധപ്പെട്ട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ CWC ആ കുട്ടിയെ ഏറ്റെടുക്കുകയാണ്. ഞാൻ ഇതുപോലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു 2 ആഴ്ച കൊണ്ട് ശരിക്കും നിർഭാഗ്യകരമായ അവസ്ഥയാണ്. ഒരു പെൺകുട്ടി നോക്കൂ, അവളുടെ മുഖത്തെ ആ പുഞ്ചിരിയുണ്ട്, അതിപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. അവൾ യഥാർത്ഥത്തിൽ ഈ ഒരു സംവിധാനത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട്, അവളുടെ അമ്മ ആദ്യം ശ്രദ്ധിച്ചിരുന്നു, അതിനുശേഷം എന്താണ് ഈ വ്യത്യാസമെന്ന് മനസ്സിലാവുന്നില്ല. ഈ സംഭവം നടന്നതിന് ശേഷം ഈ അമ്മ പറയുന്നുണ്ട്, ആ സ്ഥാപനത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആ കുഞ്ഞിൻ്റെ മുഖത്തുണ്ടായ പുഞ്ചിരി. ആ കുഞ്ഞിനോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് എന്താവാനാണ് ആഗ്രഹമെന്ന്. ആ കുഞ്ഞ് അവളുടെ മുഖത്ത് ചിരിയായിരുന്നോ വേദനയായിരുന്നോ എനിക്കൊരു പോലീസുകാരിയാവണമെന്നാണ് കുഞ്ഞ് പറഞ്ഞത്. എന്തിനാണ് നീ പോലീസുകാരിയാവുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇത് ചെയ്തവനെ എനിക്ക് ഇടിക്കാനാണെന്നാണ്.
ആ ട്രോമയാണ് ആ കുഞ്ഞിൻ്റെ മനസ്സിലുള്ളത്. നോക്കൂ, അത് നമ്മൾ തിരിച്ചറിയണ്ടേ. അതിനുവേണ്ടി നമ്മൾക്ക് ഈ കുഞ്ഞിലേക്ക് എത്താനുള്ള എന്ത് മാർഗവും എന്തും നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ 1 കോടി ഈശ്വര വിലാപമാണ് ഒരു ശിശുവിൻ്റെ രോദനത്തിൽ. 1 കോടി ഒന്നുമല്ല, നിശബ്ദമാക്കപ്പെട്ട വേദനകൾ അതിലും എത്രയോ കൂടുതലാണ്.